ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന ചാപ്റ്ററിലുള്ള കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Once four friends Rahul, Arun, Ajay and Vijay went for a picnic at a hill station. Due to peak season, they did not get a proper hotel in the city. The weather was fine, so they decided to make a conical tent at a park. They were carrying 300 meter square cloth with them. They made the tent with height 8 meter and diameter 12 meter. The remaining cloth was used for floor. ആദ്യത്തത് എന്താണ്? വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടെന്റ്? നമുക്ക് ഏരിയ ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത് 300 മീറ്റർ സ്ക്വയർ, ഹൈറ്റ് 8 മീറ്റർ, അതുപോലെ ഡയമീറ്റർ 12 മീറ്റർ, അപ്പോൾ റേഡിയസ് 6 മീറ്റർ. നമുക്ക് എല്ലാണ് കാണേണ്ടത്. എല്ല് കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പോൾ ഇത് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, അപ്പോൾ റൂട്ട് 100 എന്ന് വരും. 100 എന്ന് വന്നു കഴിഞ്ഞാൽ 10 മീറ്റർ. എൽ എന്ന് പറയുന്നത് 10 മീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് 10 മീറ്റർ കിട്ടി. ഹൗ മച്ച് ക്ലോത്ത് യൂസ്ഡ് ഫോർ ടെന്റ്? അപ്പോൾ ടെന്റ് മേക്ക് ചെയ്യാൻ വേണ്ടി എത്ര ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ CSA ആണ് കണ്ടുപിടിക്കേണ്ടത്. CSA എന്ന് പറയുന്നത് പൈ ആർ എൽ. 3.14 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 6 ഇൻറ്റു 10. അപ്പോൾ 314നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 24 to 8 180. അപ്പോൾ 188.4 മീറ്റർ സ്ക്വയർ ആണ് ക്ലോത്ത് യൂസ്ഡ് ഫോർ ടെന്റ്. അടുത്തത് ഹൗ മച്ച് ക്ലോത്ത് വാസ് യൂസ്ഡ് ഫോർ ഫ്ലോർ? ഫ്ലോറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എത്രയാണെന്ന്. അപ്പോൾ ഫ്ലോറിൻ്റെ കാര്യം എങ്ങനെയാണ് പറയുന്നത്? 300 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ക്ലോത്ത് ഉള്ളത്. അതിൽ ടെന്റ് മേക്ക് ചെയ്തതിൽ ബാക്കിയാണ് ഫ്ലോറിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? 300 മൈനസ് 188.4. അപ്പോൾ 300 188.4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 111.6 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു.